പത്തനാപുരത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കാൽ നൂറ്റാണ്ടുകാലം നിലനിന്ന ഒരു സാമ്രാജ്യത്തിന്റെ പതനവും ആ മണ്ണിൽ ജ്യോതികുമാർ ചാമക്കാല എന്ന പോരാളി നടത്തിയ നിശബ്ദ വിപ്ലവവും കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെ വലിയ പാഠപുസ്തകമാണ്. പത്തനാപുരം എന്നാൽ ഗണേഷ് കുമാർ എന്നാൽ പത്തനാപുരം എന്ന സമവാക്യത്തെ തിരുത്തിക്കുറിക്കാൻ ചാമക്കാല പ്രയോഗിച്ച തന്ത്രങ്ങൾ കേവലം രാഷ്ട്രീയമായിരുന്നില്ല, മറിച്ച് അത് മനുഷ്യബന്ധങ്ങളുടെയും കഠിനാധ്വാനത്തിന്റെയും ആകെത്തുകയായിരുന്നു. കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനാപുരം. സിനിമാ താരം എന്ന പരിവേഷവും ഭരണാധികാരി എന്ന നിലയിലുള്ള സ്വാധീനവും ഉപയോഗിച്ച് കെ ബി ഗണേഷ് കുമാർ 25 വർഷം അടക്കിവാണ ഈ മണ്ഡലം പിടിച്ചെടുക്കുക എന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഹിമാലയൻ വെല്ലുവിളിയായിരുന്നു. എന്നാൽ ആ വെല്ലുവിളിയെ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയോഗമായി ഏറ്റെടുത്ത ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്തെ ജനമനസ്സുകളിൽ ഒരു പുതിയ ചരിത്രം രചിച്ചു. 2021 തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ പലരും കരുതിയത് ചാമക്കാല പത്തനാപുരം വിടുമെന്നാണ്. സാധാരണഗതിയിൽ ഗണേഷിനെതിരെ മത്സരിച്ച് പരാജയപ്പെടുന്ന UDF സ്ഥാനാർത്ഥികൾ പിന്നീട് മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത പതിവാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ചാമക്കാല ആ പതിവ് തെറ്റിച്ചു. പരാജയപ്പെട്ട അന്ന് രാത്രി തന്നെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഇനി എന്റെ രാഷ്ട്രീയ പ്രവർത്തനം പത്തനാപുരത്തെ കേന്ദ്രീകരിച്ചായിരിക്കും. മണ്ഡലത്തിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങിയ അദ്ദേഹം അടുത്ത 5 വർഷം പത്തനാപുരത്തെ ഓരോ വോട്ടർക്കും തന്റെ സാന്നിധ്യം ഉറപ്പാക്കി. ഒരു രാഷ്ട്രീയ നേതാവിനേക്കാൾ ഉപരിയായി നാട്ടിലെ ഒരു സാധാരണക്കാരനായി അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ജീവിച്ചു. ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ യുഗപ്രഭാവന്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു ചാമക്കാല. തന്റെ ഗുരുവിൽ നിന്ന് പഠിച്ച ജനസമ്പർക്ക രീതികളാണ് പത്തനാപുരത്ത് പരീക്ഷിച്ചത്. വലിയ പൊതുയോഗങ്ങൾ നടത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനേക്കാൾ ചാമക്കാല പ്രാധാന്യം നൽകിയത് വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്കായിരുന്നു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ അദ്ദേഹം അവരുടെ വീടുകളിലേക്ക് നേരിട്ടെത്തി. ഏകദേശം 18,000-ഓളം വീടുകളിൽ അദ്ദേഹം ഇത്തരത്തിൽ കയറി ചെന്നു. ഇത് ആ കുടുംബങ്ങളുമായി ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. പത്തനാപുരത്തെ ഏത് വീട്ടിൽ മരണം നടന്നാലും അവിടെ ആദ്യം എത്തുന്നവരിൽ ഒരാളായി ചാമക്കാല മാറി. രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നത് വോട്ടർമാർക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകി. ഞാൻ സാറിനെ ആ മരണവീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് സാധാരണക്കാരൻ പറയുന്ന സാഹചര്യം അദ്ദേഹം സൃഷ്ടിച്ചു. പത്തനാപുരത്തെ വിജയത്തിന് പിന്നിലെ ഏറ്റവും വലിയ ചാലകശക്തി ഉമ്മൻചാണ്ടി എന്ന വികാരമായിരുന്നുവെന്ന് ചാമക്കാല തന്നെ സമ്മതിക്കുന്നുമുണ്ട്. കേരളം മുഴുവൻ സ്നേഹിച്ച ജനകീയ നേതാവിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും സോളാർ പോലുള്ള കേസുകളിൽ കുടുക്കി വേട്ടയാടാനും ഗണേഷ് കുമാർ നടത്തിയ നീക്കങ്ങൾ പത്തനാപുരത്തെ വോട്ടർമാരുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കിയിരുന്നു. ഉമ്മൻചാണ്ടിയോട് ഗണേഷ് കുമാർ കാണിച്ച നന്ദിയേടിനും ക്രൂരതയ്ക്കും ജനങ്ങൾ ബാലറ്റിലൂടെ നൽകിയ മറുപടിയാണ് ഈ വിജയം. ഉമ്മൻചാണ്ടിയുടെ മാന്യതയെ ദൗർബല്യമായി കണ്ടവർക്ക് കാലം കാത്തുവെച്ച കാവ്യനീതിയാണിതെന്ന് ചാമക്കാല വിശ്വസിക്കുന്നു. വിജയത്തിന് ശേഷം അദ്ദേഹം ആദ്യം പോയത് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്കായിരുന്നു എന്നത് ഈ ആത്മബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയ എതിരാളിയെ ചാമക്കാല നേരിട്ടത് തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു. ഗണേഷുമായി ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും അദ്ദേഹം തയ്യാറായില്ല. കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കളും ഗണേഷ് കുമാറുമായി വ്യക്തിപരമായ സൗഹൃദം കാത്തു സൂക്ഷിക്കുമ്പോൾ ചാമക്കാല ആ വഴി സ്വീകരിച്ചില്ല. പുറത്ത് ചിരിക്കുകയും അകത്ത് എതിർക്കുകയും ചെയ്യുന്ന ശൈലി എനിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഗണേഷിന്റെ സ്വഭാവ ദൂഷ്യങ്ങളെയും അധികാര ഗർവിനെയും അദ്ദേഹം ജനമധ്യത്തിൽ തുറന്നു കാട്ടി. ഗണേഷിന്റെ കുടുംബ പ്രശ്നങ്ങളോ സ്വകാര്യമായ തെളിവുകളോ പ്രചാരണത്തിന് ഉപയോഗിക്കാൻ ചാമക്കാല തയ്യാറായില്ല. ഗണേഷിന്റെ സ്വഭാവം ജനങ്ങൾക്കറിയാം. അതിനാൽ വികസനവും രാഷ്ട്രീയ ധാർമ്മികതയും മതം ചർച്ചയാക്കിയാൽ മതിയെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഈ അന്തസ്സാർന്ന നിലപാട് വോട്ടർമാരെ ആകർഷിക്കുകയും ചെയ്തു. പത്തനാപുരത്ത് രണ്ടാമത് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ചാമക്കാലയുടെ രാഷ്ട്രീയ ഭാവി തന്നെ തുലാസിലായിരുന്നു. കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കളും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. സുരക്ഷിതമായി മറ്റേതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കൂ, പത്തനാപുരത്ത് തോറ്റാൽ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി അവസാനിക്കും എന്നതായിരുന്നു അവരുടെ ഉപദേശം. എന്നാൽ ജനങ്ങളിലുള്ള വിശ്വാസം ചാമക്കാലയെ നയിച്ചു. തോറ്റാലും ജയിച്ചാലും പത്തനാപുരത്ത് താൻ ഉണ്ടാകുമെന്ന ഉറച്ച നിലപാടാണ് ഹൈക്കമാൻഡിനെ കൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് നൽകാൻ പ്രേരിപ്പിച്ചത്. ഈ ഹൈറിസ്ക് ഏറ്റെടുത്തതാണ് ഇന്ന് അദ്ദേഹത്തെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ജനപ്രതിനിധിയാക്കി മാറ്റിയതും. വിജയിച്ചു എന്നതുകൊണ്ട് ചാമക്കാല വിശ്രമിക്കുന്നില്ല. പത്തനാപുരത്തെ അടുത്ത 10 വർഷത്തേക്കെങ്കിലും UDF-ന്റെ ഉരുക്കുകോട്ടയായി മാറ്റുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. 2031 ഇവിടെ കോൺഗ്രസ് ജയിക്കണമെങ്കിൽ ഇപ്പോൾ മുതലേ ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. പത്തനാപുരത്തെ 8 പഞ്ചായത്തുകളിലും സമഗ്രമായ വികസനം കൊണ്ടുവരികയും കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി നിലനിന്നിരുന്ന വികേന്ദ്രീകൃത ഭരണരീതി മാറ്റി ജനാധിപത്യപരമായ ഒരു സംവിധാനം കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ജ്യോതികുമാർ ചാമക്കാലയുടെ വിജയം കേവലം ഒരു വ്യക്തിയുടെ വിജയമല്ല, അത് അഹങ്കാരത്തിനുമേൽ ലാളിത്യം നേടിയ വിജയമാണ്. അധികാരം കൊണ്ട് എന്തിനേയും അടിച്ചമർത്താമെന്ന് കരുതിയവർക്കുള്ള ശക്തമായ താക്കീതാണ് പത്തനാപുരത്തെ വോട്ടർമാർ നൽകിയത്. ജനങ്ങളെ കേൾക്കാനും അവരുടെ വേദനകളിൽ പങ്കുചേരാൻ തയ്യാറുള്ള ഒരു നേതാവിനെ ജനങ്ങൾ എങ്ങനെ നെഞ്ചിലേറ്റും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഫലം. പുതുപ്പള്ളിയിലെ ജനസമ്പർക്കത്തിന്റെ മാതൃക പത്തനാപുരത്തും വിജയിച്ചിരിക്കുന്നു. ചാമക്കാലയുടെ ഈ പോരാട്ടം വരും തലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു വലിയ പാഠമാണ്. ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചാൽ ഏത് വൻമരത്തെയും പിടിതെറിയാൻ സാധിക്കുമെന്ന സന്ദേശം.